സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപാട് പിറന്നാൾ സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. പല പിറന്നാളും അങ്ങനെയൊക്കെ കടന്നു പോകാറുണ്ട്. എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള പിറന്നാൾ സമ്മാനം ഏതാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് 1930 നവംബർ 19 ജയിലിൽ നിന്ന് ഒരു കത്തയച്ചു. പിറന്നാൾ ദിനത്തിലാണ് അയച്ചത്. നെഹ്റു ഇങ്ങനെയാണ് എഴുതിയത്: നിന്റെ പിറന്നാളിന് നിനക്ക് ധാരാളം സമ്മാനങ്ങളും അനുഗ്രഹവും ഒക്കെ ലഭിക്കാറില്ലേ? എൻ്റെ അനുഗ്രഹവും എന്നും നിനക്കുണ്ടാകും. എന്നാൽ എന്ത് സമ്മാനമാണ് ഞാൻ ഈ ജയിലിൽ നിന്ന് നിനക്ക് അയക്കുക? കാരാഗൃഹത്തിൻ്റെ വലിയ മതിലുകൾക്ക് പോലും തടയാൻ കഴിയാത്ത ഒരു മാലാഖയ്ക്ക് മാത്രം തരാൻ കഴിയുന്നത് പോലെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമ്മാനങ്ങളാണ് എൻ്റേത്. ഈ കത്ത് ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് ഒരുപാട് കത്തുകൾ നെഹ്റു മകൾക്ക് എഴുതി. അച്ഛൻ്റെയും മകളുടെയും സ്നേഹത്തിൻ്റെ സുന്ദര ചിത്രങ്ങളായ കത്തുകൾ അവശേഷിച്ചു. അതിൽ അധികാരത്തിൻ്റെ ഭാവമില്ല, വാത്സല്യം മാത്രമേ ഉള്ളൂ. വാത്സല്യം നിറഞ്ഞൊഴുകുകയായിരുന്നു. മകളെ അറിവിൻ്റെ ലോകത്തെ കൈപിടിച്ച് നടത്താൻ ഈ കത്തുകൾ ഉപകരിച്ചു. സ്നേഹം നിറഞ്ഞ വാക്കുകളേക്കാൾ വലിയ സമ്മാനം ലോകത്ത് വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മക്കളെ ജീവന തുല്യം സ്നേഹിക്കുക, അവരെ നല്ല വഴികളിലൂടെ കൈപിടിച്ച് നടത്തുക. കുട്ടികൾ പൂക്കളാണ്. പൂക്കളെ പോലെ ശോഭ വരുത്തി അവർ പ്രശോഭിക്കണമെങ്കിൽ നമ്മൾ അവരെ നേർവഴിയിൽ വഴിയിൽ കൈപിടിച്ച് നടത്തണം. നല്ല കുഞ്ഞുങ്ങളാണ് നാളെ നല്ല ലോകമുണ്ടാക്കുക എന്ന സത്യം കൂടി നമ്മൾ അറിയുക.